ഈ നൈക്കിയുടെ വിജയത്തിൻ്റെ പിന്നിൽ എന്താണ്? ആ സൂഷാണോ, അല്ലെങ്കിൽ ഫിൽ നൈറ്റ് എന്നുള്ള ഫൗണ്ടറാണോ, അല്ലെങ്കിൽ നൈക്കി എന്നുള്ള പേരാണോ? പക്ഷെ ഒരു ബ്രാൻഡും ജയിക്കുന്നത് അയാളുടെ മാത്രം ശ്രമം കൊണ്ടല്ലാതെ. ഇപ്പോൾ ഫിൽ നൈറ്റിൻ്റെയൊക്കെ ഷൂഡോഗ് പോലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളുകൾക്ക് നൈക്കിയിൽ എത്രയോ പേര് ചേർന്നുണ്ടാക്കിയൊരു സ്ഥാപനമാണെന്ന് മനസ്സിലാവും. സോ അത്തരത്തിൽ നൈക്കിയുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സോണി ബക്കാറു എന്ന് പറയുന്ന ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് മാർക്കറ്റിയറുടെ ലെജൻഡ്സ് ആൻഡ് ദ സോൾസ് എന്ന് പറയുന്നൊരു പുസ്തകം ഈ അടുത്ത് വായിച്ചു. അപ്പോൾ ഈ സോണി ബക്കാറുവെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാളൊരു ബാസ്ക്കറ്റ് കളിക്കാരനാണ്. ബേസ്ബോൾ കളിക്കും, ബാസ്ക്കറ്റ് കളിക്കും, ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കിഡ്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ പോയാൽ പഠിക്കില്ല, അതേപോലെ കളിക്കാൻ ഭയങ്കര ഉഷാറാണ്. അപ്പോൾ കോച്ചിങ് തുടങ്ങി. അങ്ങനെ കോച്ചൊക്കെ ആയി പോയിക്കൊണ്ടിരുന്ന കാലത്താണ് പുള്ളിക്കൊരു ഭയങ്കരമായൊരു തോട്ട് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഒരു അമേരിക്കയിൽ ഒരു ഇൻ്റർ സ്കൂൾ ബാസ്ക്കറ്റ് ബോൾ കോമ്പറ്റീഷൻ നടത്തിക്കൂടാ? ഇൻ്റർ സ്കൂൾ ബാസ്ക്കറ്റ് ബോളൊക്കെ ഇത്ര വലിയ സംഭവമാണോ എന്നൊക്കെ ചിന്തിച്ച് ഇയാൾ പോയി ജേർണലിസ്റ്റുകളെ മീറ്റ് ചെയ്യുന്നു, സ്പോൺസേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റർ സ്കൂൾ ബാസ്ക്കറ്റ് ബോൾ അത് പൈസ വെച്ചിട്ട് കളി കാണാൻ ആൾ പോകുന്ന ഇവൻ്റായിട്ട് മാറ്റാൻ പറ്റും. അതേപോലെ ഒരു സമ്മർ ക്യാമ്പ് നടത്തും. ഈ സമ്മർ ക്യാമ്പൊക്കെ ഒരു സ്കൂൾ സമ്മർ ക്യാമ്പ് എന്നൊക്കെ പറയുന്നത് എന്താ ഒന്നല്ല. പക്ഷേ ഈ സ്കൂൾ സമ്മർ ക്യാമ്പിലേക്ക് പൈസ വെച്ചിട്ട് കാണികൾ വരിക ഇത് കാണാൻ വേണ്ടിയിട്ട്. കോബെ ബ്രാൻഡ് പോലെയുള്ള, അല്ലെങ്കിൽ ഷക്കീൽ ഒനീൽ പോലെ, ലെബ്രോൺ ജെയിംസ് പോലെയുള്ള ബാസ്ക്കറ്റ് ബോൾ പ്ലെയേഴ്സൊക്കെ ഈ ക്യാമ്പിൽ നിന്നാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കലൊരു ഷൂ ഉണ്ടാക്കുന്നു. ഈ ഉണ്ടാക്കിയ അതിമനോഹരമായ ഷൂവാണ്. ഇത് ആർക്കെങ്കിലും കൊടുത്തിട്ട് വേറൊരു കമ്പനി കൊടുത്താലേ ഇത് വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇയാൾ വേറൊരു സോഴ്സ് വഴി ഫിലിം നൈറ്റിനെയും കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ഈ ഫിൽ നൈറ്റും കൂടെ എനിക്ക് തോന്നുന്നത് മൈക്ക് സ്ട്രോസോ ഇവരുടെ മാർക്കറ്റിംഗ് ഡയറക്ടർ, നൈക്കിയുടെ മാർക്കറ്റിംഗ് ഡയറക്ടർ ആ മീറ്റിങ്ങിലുണ്ട്. അപ്പോൾ ഇയാൾ ഷൂ ഒക്കെ കൊണ്ടിട്ട് വെച്ച് ഫിൽ നൈറ്റിന് ഫസ്റ്റ് തന്നെ ഷൂ ഇഷ്ടപ്പെട്ടില്ല. ഇയാളിത് മാറ്റി വെച്ച് ഈ ഫിൽ നൈറ്റ് ഇയാളെ നോക്കി ചങ്ങായി കൊള്ളാം, ഇവർ ഈ ബാസ്ക്കറ്റ് ബോളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കാലം ആര് നൈക്കി. അന്ന് കൺവേഴ്സിൻ്റെ ഷൂ ആണ് ഈ ബാസ്ക്കറ്റ് ബോളിൽ വലിയൊരു ലീഡർഷിപ്പ്. അപ്പോൾ ഈ നൈക്കി ഇങ്ങനെ പിച്ച വെച്ച് നടക്കുക. അപ്പോൾ ഇയാളെ ഏൽപ്പിച്ചു. ചേറ്റെടുക്കുന്ന എന്തും ജയിപ്പിക്കുന്ന സോണി ബക്കാറു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യരുത്, ഈ വലിയ തരത്തിലുള്ള ബാസ്ക്കറ്റ് ബോളിലൊന്നും കൊണ്ട് പൈസ ഇടരുത്, നിങ്ങൾ സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഫിൽ നൈറ്റിന് വലിയ വിശ്വാസം വന്നില്ല. അപ്പോൾ ഫിൽ നൈറ്റ് വെച്ച് ഇതൊക്കെ എങ്ങനെ ചെയ്യും, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇയാൾ പോയിട്ട് കോച്ചുമാർ കൈക്കൂലി കൊടുക്കും, പച്ചക്കറിനെ കൈക്കൂലി കൊടുക്കും. അപ്പോൾ ഫിൽ നൈറ്റ് ഒരു കാര്യം പറഞ്ഞ്, ഞാൻ ഒരിക്കലും കോച്ചുമാർക്ക് പൈസ കൊടുക്കില്ല, ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ആർക്ക് കൊടുക്കണം, കോച്ചിന് കൊടുക്കണം. സോണി ബക്കാറു പറഞ്ഞു ഓക്കെ. പിന്നെ എന്താ സംഭവിച്ചത്? അമേരിക്കയിലെ പ്രസിദ്ധമായ കോളേജുകളിലെ കോച്ചുമാരൊക്കെ ഇയാളെ വിളിച്ചുകൊണ്ട് നിൽക്കുക, എന്നെ എടുക്ക്. അങ്ങനെ നൈക്കി ഒരുപക്ഷെ ലോകത്തിലേറ്റവും, പിന്നീട് മൈക്കൽ ജോർദാനെ സൈൻ ചെയ്യുന്നുണ്ട്. മൈക്കൽ ജോർദാനെ സൈൻ ചെയ്യുകയും ജോർദാൻ എയർ എന്ന് പറഞ്ഞിട്ടൊരു ഷൂ ബ്രാൻഡ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് നൈക്കി. ഇതൊക്കെ സോണി ബക്കാറു ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് മാർക്കറ്റിംഗ്. അത് പരസ്യമല്ല, അതിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങുക, സ്കൂളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നൊരു തിയറി. അത് നമ്മുടെ പല ബ്രാൻഡുകളും മറക്കുന്നുണ്ട്. ഇത്തരം വലിയ അനുഭവങ്ങളുടെ ഒരു പുസ്തകമാണ് ലെജൻഡ്സ് ആൻഡ് സോൾസ് എന്നുള്ള സോണി ബക്കാറുവിൻ്റെ ആത്മകഥ. നിങ്ങൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കണമെന്ന് ഞാൻ പറയുന്ന ഒരു പുസ്തകമാണത്.